പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തപുരിയിൽ ജലജയും അനാമികയും ജാനകിയും ഒക്കെ നയനയെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നയനയുടെ തലവര മാറി മറിയുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേവയാനി തന്നെ സ്നേഹിക്കുവാൻ തുടങ്ങി. അവർ ഇരുവരും ഒളിച്ചും പാത്തുമൊക്കെയാണെങ്കിലും ആ സ്നേഹം പങ്കുവെക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൂടാതെ നയന കളക്ഷൻസ് മലയാളികളുടെ ഇടയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഒട്ടനവധി ആൾക്കാരുടെ അംഗീകാരം പിടിച്ചുപറ്റുകയും തന്മൂലം മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എല്ലാറ്റിനും ഒടുവിലായി നയനയ്ക്കിപ്പോൾ അവാർഡും ലഭിച്ചിരിക്കുന്നു. ഈ ന്യൂസുകളൊക്കെ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും അങ്ങനെ നയനയുടെ കീർത്തി വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഇടയിൽ പരക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം അനന്തപുരിയിൽ ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും സ്വസ്ഥത കെടുത്തിയെന്ന് മാത്രമല്ല, ഉറക്കം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാവും ശരി. ഏതു നേരത്തും അവർക്ക് 3 പേർക്കും നയനയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ. ഇതിനിടയിൽ ഒരു ദിവസം അനന്തപുരിയിൽ എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ ആദർശ് അവിടേക്ക് വന്ന് കയറുകയാണ്. എന്നിട്ട് മൂർത്തി സാറിനോട് പറയുക, മുത്തശ്ശ, നയനയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവാർഡ് നാട്ടിലൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി വാർത്തകൾ ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള ഗംഭീര ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ, മോനെ, ഞാൻ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നയനമോൾ നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഒരു കുട്ടിയല്ല എന്ന്. ഈശ്വരൻ അനുഗ്രഹിച്ച് ഒത്തിരി കഴിവുകൾ മോൾക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം തീർച്ചയായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യണം. അതിനുള്ള അവസരങ്ങൾ എവിടെയൊക്കെയാണോ കണ്ടെത്തേണ്ടത് അതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ധാരാളം ആൾക്കാർ നിരന്തരം എന്നെ വിളിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളത് നയനമോളെക്കുറിച്ച് മാത്രമാണ്. നയനമോളുടെ സേവനം അവർക്ക് കൂടി ലഭ്യമാകേണ്ടതിന് പല ആവർത്തി എന്നോട് അവർ അവസരം ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നയനമോളെ കിട്ടിയാൽ കൊത്തിക്കൊണ്ടു പോകുവാൻ ധാരാളം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്ന് സാരം. അതിനുവേണ്ടി വലിയ ഓഫറുകളൊക്കെയാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, ഞാൻ സമ്മതിച്ചാലും ഈ വീട്ടിൽ ആരെല്ലാം സമ്മതിച്ചാലും നയനമോൾ ഒരിക്കലും അങ്ങനെ വരില്ല എന്നാണ്. അതുകൊണ്ട് ആദർശേ, നയനമോൾ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കുടുംബത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെയാണ് ഈ തൊഴിലിൽ കൂടി അവൾ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വിഷു വരികയല്ലേ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതേ മുത്തശ്ശ, മുത്തശ്ശൻ്റെ വാക്കുകളിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ സ്റ്റാഫുകളൊക്കെ എന്നോട് നിരന്തരം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. മിക്കവാറും വിഷുവിൻ്റെ കച്ചവടം കടയുടെ ഷട്ടർ താഴ്ത്തിയിട്ടിട്ട് നടത്തേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം. നയന കളക്ഷൻസിന് അത്രമാത്രം ഡിമാൻഡ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആദർശും മുത്തശ്ശനും കൂടി ഇങ്ങനെ നയനയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ജലജയുടെയും ദേവയാനിയുടെയും അനാമികയുടെയും മുഖം കോപം കൊണ്ട് വല്ലാതെ വലിഞ്ഞു മുറുകുകയാണ്. ഈ സമയത്ത് 3 പേരെയും ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശൻ വീണ്ടും ആദർശനോട് പറയുകയാണ്, ആദർശ് മോനെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നയനമോൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടി അടുത്ത മാസം മുതൽ കൊടുക്കണം. കാരണം അതിനനുസരിച്ചുള്ള വരുമാനമാണ് അനന്തമോൾ മൂർത്തീസ് ജ്വല്ലറിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേ മുത്തശ്ശ, ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അവൾക്ക് ഞാൻ ആദ്യത്തെ ശമ്പളം കൊടുത്തപ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ ഈ കുടുംബത്തിലെ ഒരു ഭാഗമായതുകൊണ്ട് ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത് പോലെ മാത്രമാണ് ഈ ജോലിയെയും അവൾ കാണുന്നത്. അതുകൊണ്ട് അതിന് ശമ്പളം പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ശമ്പളം വാങ്ങി തന്നെയാണ് ജോലി ചെയ്യുന്നത്. ജ്വല്ലറിയുടെ MD ആയ ഞാനും ശമ്പളം എഴുതിയെടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇത് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് ശമ്പളം ഏൽപ്പിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് നയന അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നയന തുടർന്ന് മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ, പണം വേണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ ആവശ്യങ്ങളെല്ലാം ഈ വീട്ടിൽ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. എൻ്റെ ഭക്ഷണമായാലും എൻ്റെ വസ്ത്രമായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ആദർശേട്ടൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഞാൻ എന്താവശ്യപ്പെട്ടാലും അപ്പോൾ അതെല്ലാം ആദർശേട്ടൻ എനിക്ക് വാങ്ങിത്തരാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു ശമ്പളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ കയ്യിൽ പണം ഇരുന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? എനിക്ക് എൻ്റെതായ പ്രത്യേകിച്ച് ചിലവുകൾ ഒന്നുമില്ലല്ലോ. പെട്ടെന്ന് ദേവയാനി വലിയ ഗൗരവത്തോടു കൂടി പറയുകയാണ്, നീ അങ്ങനെ പറയാൻ പാടില്ല. മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു ജോലിക്കാരിയായിട്ടാണ് നിന്നെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെല്ലാവരും നിന്നെ കാണുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ജയേട്ടനും അജയനും ആദർശും അനിയും അബിയും എല്ലാവരും അവിടുത്തെ ജോലിക്കാർ തന്നെയാണ്. അപ്പോൾ തന്നെ ഈ പറയപ്പെട്ട എല്ലാ ആൾക്കാരുടെയും പേരിലുള്ളതും കൂടിയാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് ഓരോരുത്തരും അവരവർ ചെയ്യുന്ന ജോലിയുടെ കൃത്യമായ പ്രതിഫലം വാങ്ങണം. നീ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ആദർശ് നിനക്ക് തരും. ആരുടെയും ഔദാര്യം മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന് ആവശ്യമില്ല. പെട്ടെന്ന് മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി, മതി, നീ കൂടുതൽ സംസാരിച്ച് മോളുടെ മനസ്സിന് സങ്കടമുണ്ടാക്കണ്ട. ഇവിടെ വെച്ചത് അവസാനിപ്പിക്കേ. ശമ്പള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് പെട്ടെന്ന് മുത്തശ്ശനോട് അനാമിക ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശ, ഇവർക്ക് എവിടെ നിന്നോ ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ഇവരെ ഇങ്ങനെ പുകഴ്ത്തി പറയണം എന്ന് നിർബന്ധമുണ്ടോ? ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാരിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവുകളുള്ളവരാണ്.
അതൊന്നും നിങ്ങൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്കത് കാണുവാൻ കഴിയുകയുമില്ല. നിങ്ങളെല്ലാവരും നയനയെ മാത്രമാണ് കാണുന്നത്. പക്ഷേ നയനയെ പോലെ തന്നെ ഞാനും ഇവിടുത്തെ ഒരു മരുമകളാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പിന്നെ മറ്റു പലരുടെയും സംസാരങ്ങളൊക്കെ കേട്ടാൽ തോന്നും നയനയാണ് ഇപ്പോൾ ഈ കുടുംബത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകലരും നയനയുടെ കീഴിൽ നിൽക്കണം എന്നുള്ളൊരു രീതിയുണ്ട്. ഇങ്ങനെയായാൽ കുറച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ അനന്തപുരി മുഴുവനും കൂടി നയനയുടെ മുകളിൽ വെച്ച് കെട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾക്കാർക്കും ഒരു പരിഗണനയും അവകാശവും ഇവിടെയില്ല. പെട്ടെന്ന് മുത്തശ്ശൻ പറയുകയാണ്, അനാമികയെ, നിന്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സംശയങ്ങളൊക്കെ ആവാം, പക്ഷേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആർക്കും നന്നായിട്ട് ബോധ്യപ്പെടും. നമ്മുടെ ജുവല്ലറികൾ എല്ലാം കൂടി നയനയെ ഏൽപ്പിക്കുന്നതായി ഞാൻ ഇതുവരെയും എവിടെയും സംസാരിച്ചു നീ കേട്ടിട്ടുണ്ടോ? ഈ അനന്തപുരിയിലെ സ്വത്ത് അത് ഞാൻ ആദർശിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും തുല്യതയുള്ളവരാണ്. അതേക്കുറിച്ചൊക്കെ ആദർശിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും ആദർശിന്റെ കയ്യിലേക്ക് ഞാൻ നൽകിയത്. അവനിത് തുല്യമായി എല്ലാവർക്കും വീതം വെക്കും. ഇവിടുത്തെ സംസാര വിഷയം അതൊന്നും അല്ലല്ലോ. നയനമോള് ഈ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും ആ കുട്ടിയുടെ കഴിവും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അംഗീകാരം അർഹിക്കുന്ന ആൾക്കാർക്ക് അത് അർഹതയുള്ള സമയത്ത് തന്നെ നൽകണം. അതിലെനിക്ക് നിർബന്ധമുണ്ട്. പെട്ടെന്ന് ജാനകി പറയുകയാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ ഭംഗിവാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും തുല്യസ്ഥാനമാണ് എന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ജാനകി, നിനക്കെന്നു മുതലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയത്? നിന്റെ മകൻ വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഇങ്ങനെയുള്ള ചിന്തകളും സംസാരങ്ങളും ഒക്കെ നിന്റെ നാവിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങിയത്? അതിനു മുൻപ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും നിനക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് അതൊന്നും ചോദിക്കാതിരുന്നത്? പേടിച്ചിട്ടാണോ? ആണെങ്കിൽ ഇപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് സംസാരിക്കുന്നത്? നിനക്ക് കൂട്ടായിട്ട് നിന്റെ മരുമകൾ നിൽക്കും എന്നുള്ള ധൈര്യമാണോ? നിന്റെ മരുമകളായ അനാമിക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ കുത്തിത്തിരിപ്പിന് നീയും കൂടി വളം വെച്ചു കൊടുക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇതിനോടകം പലയാവർത്തി ജാനകിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ സ്വത്തിനോടുള്ള ബന്ധത്തിൽ എൻ്റെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും. വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വരരുത്. പിന്നെ ഇത്രയും ചർച്ചകളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നയനമോളുടെ കഴിവുകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കി ആ കുട്ടിയെ അംഗീകരിക്കുന്നതിന് പകരം സ്ഥാനത്തും അസ്ഥാനത്തും നയനമോൾക്കെതിരായി ഒളിയം പെയ്യുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ആദർശേ, ഇത്രയും സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയുകയാണ്. എൻ്റെ പല സുഹൃത്തുക്കളും പല ആവർത്തി എന്നോട് പറഞ്ഞു കഴിഞ്ഞു നയനമോളെ അവർക്കെല്ലാവർക്കും ഒന്ന് കാണണമെന്ന്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാനതൊക്കെ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ നിന്നോട് പറയുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി സംഘടിപ്പിക്കണം. ബിസിനസ്സുകാരായ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ അവരിവിടേക്ക് വരികയും നയനമോൾക്ക് ഒരു അനുമോദനം നൽകുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ ചടങ്ങ് ഉടൻ തന്നെ സംഘടിപ്പിക്കണം. ഉടനെ നയന പറയുകയാണ്, അയ്യോ മുത്തശ്ശ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ സൗകര്യം പോലെ ഇവിടെ വരികയും കാണുകയും ചെയ്തു കൊള്ളട്ടെ. അതിന് ഇത്രയും വലിയ പാർട്ടിയൊക്കെ എന്തിനാണ്? അങ്ങനെയല്ല മോളെ. മോൾക്കിപ്പോൾ ഏറ്റവും നല്ല ഡിസൈനർക്കുള്ള അവാർഡൊക്കെ ലഭിച്ചത് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇവിടേക്ക് വരട്ടെ. എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിനു ശേഷം നമ്മുടെ വിഷു സെയിലിനെ കുറിച്ചുള്ള കുറെ ഇൻട്രൊഡക്ഷൻസ് അവർക്ക് നമുക്ക് നൽകണം. വിഷു സ്പെഷ്യലായി നമ്മൾ പുറത്തിറക്കുവാൻ പോകുന്ന ഡിസൈനുകളൊക്കെ അവരെ നമുക്ക് ഈ അവസരത്തിൽ പരിചയപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടാവുകയാണ്. എന്നാൽ അനാമികയും ജാനകിയും ജലജയും അങ്ങനെ ഷോക്കടിച്ചതുപോലെ പല്ലിഞ്ഞിറങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് അനാമിക ജാനകിയുടെ ചെവിയിൽ പറയുകയാണ്, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരെണ്ണത്തിനും വെളവും ബോധവും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അവളെ തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ ഫംഗ്ഷന് ഞാനിവിടെ ഉണ്ടാവില്ല. അതിനു മുൻപ് തന്നെ എങ്ങോട്ടെങ്കിലും ഞാൻ പോകും. ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്കൊരു താല്പര്യവുമില്ല. ഇത് കേട്ടുകൊണ്ട് ജാനകിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ജലജയും പറയുകയാണ്, അതെ, അത് തന്നെയാണ് വേണ്ടത് മോളെ. ആ സമയത്ത് എനിക്കും ഇവിടെ ഉണ്ടാകണമെന്നൊരു താല്പര്യവുമില്ല. മൂവരുടെയും ഈ അടക്കം പറച്ചിൽ പിൻപിൽ നിന്നുകൊണ്ട് നവ്യ കേൾക്കുകയാണ്. എന്നിട്ട് നവ്യ മുൻപോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താ എൻ്റെ അമ്മായിയമ്മയ്ക്കും അനാമികയ്ക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇത്ര ബുദ്ധിമുട്ട്? മുത്തശ്ശ, ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ലാത്ത രണ്ടാൾക്കാർ ഇപ്പോൾ തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ കടുത്ത അസൂയയാണ് എൻ്റെ അമ്മായിയമ്മയ്ക്കും അനാമികയ്ക്കും. നയനയ്ക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി വരുന്ന നാളുകളിൽ ഇതുപോലെ തുടർച്ചയായി ധാരാളം അംഗീകാരങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ പല പാർട്ടികളും അനന്തപുരിയിൽ നടക്കും. ഇതൊന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ല എങ്കിൽ എൻ്റെ അമ്മായിയമ്മയും അനാമികയും ഒക്കെ അനന്തപുരിയിൽ നിന്ന് സ്ഥിരമായിട്ട് മാറി താമസിക്കേണ്ടി വരുമല്ലോ. ഉടനെ അനാമിക ചോദിക്കുകയാണ്, അല്ല, ഈ അവാർഡ് കിട്ടിയത് നിനക്കൊന്നും അല്ലല്ലോ, നിന്റെ അനിയത്തിക്കല്ലേ ഇത് കിട്ടിയത്? നിന്റെ സംസാരം കേട്ടിട്ട് ഇത് നിനക്ക് കിട്ടിയതുപോലെയാണല്ലോ തോന്നുന്നത്. അതേടി, ഈ അവാർഡ് എനിക്ക് ലഭിച്ചതുപോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നയന എൻ്റെ അനിയത്തിയാണ്.
അവളുടെ പേരിൽ കുറച്ചൊക്കെ അഹങ്കരിക്കുവാനുള്ള യോഗ്യത എനിക്കുമുണ്ട്. പിന്നെ അനാമികയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ എൻ്റെ അമ്മായിയമ്മ ആ ഫംഗ്ഷനിൽ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. അല്ലേ അമ്മായിയമ്മേ? എൻ്റെ അമ്മായിയമ്മ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അല്ല, എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് ഇവിടുന്ന് മുങ്ങാനാണ് പരിപാടിയെങ്കിൽ എൻ്റെ അമ്മായിയമ്മ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ എനിക്കറിയാം. ഇത് കേട്ടിട്ട് ജലജ പെട്ടെന്നൊന്ന് പതറുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിന് ഞാൻ ഈ ഫംഗ്ഷൻ ഉണ്ടാവത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം ഇതെല്ലാം കാണാൻ. ഇല്ലെങ്കിൽ എനിക്ക് ചിലതൊക്കെ കാണിക്കേണ്ടി വരും. ഇത് പറഞ്ഞിട്ട് നവ്യ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഈ സമയത്ത് ജാനകി ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താ ജലജെ, അവൾ നിന്നെ ഇങ്ങനെ കൂടെ കൂടെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. നിന്റെ സീക്രട്ട് എന്തെങ്കിലും അവളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഇത്രയും ധാർഷ്ട്യത്തോടെ അവൾ നിന്നോട് സംസാരിക്കില്ലല്ലോ. ഏയ്, എന്ത് സീക്രട്ട്? ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ച് ഒതുങ്ങുകയാണ്. ജാനകി, വെറുതെ ഈ വീട്ടിലൊരു കലഹം ഉണ്ടാക്കണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ എന്നെക്കുറിച്ചുള്ള എന്ത് സീക്രട്ടാണ് അവളുടെ കയ്യിലുള്ളത്? ഈ സമയത്ത് അനാമികയുടെ മനസ്സിൽ വലിയ കോപവും പകയും ഒക്കെ നുരഞ്ഞു പൊന്തുകയാണ്. അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ ഫംഗ്ഷൻ നടക്കാതിരിക്കാൻ ശ്രമിക്കണം. അച്ഛനെ വിളിച്ചിട്ട് ഇതിനെതിരായി എന്തെങ്കിലും ഒരു ഗുലുമാൽ ആസൂത്രണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. തുടർന്ന് കാണുന്നത് മൂർത്തി സാറിന്റെ ഉപദേശപ്രകാരം അനന്തപുരിയിൽ വെച്ച് നയനയെ അനുമോദിക്കുവാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ആദർശ് ഒരുക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ ഫംഗ്ഷൻ മുടങ്ങി. നയനയ്ക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടു. നയനയ്ക്ക് ചിക്കൻ പോക്സ് വന്നു എന്നുള്ളത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും അതിലുപരി ദേവയാനിയെയും വല്ലാത്ത സങ്കടത്തിൽ കളഞ്ഞു. ആ വാർത്ത അറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കനക അനന്തപുരിയിലേക്ക് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് കനക പറയുകയാണ്, ഞാൻ അവിടെ വന്ന് നയനമോളെ എത്രയും വേഗം ഇവിടേക്ക് വിളിച്ചുകൊണ്ടുപോരാം. ഇവിടെയാണെങ്കിൽ ഇതേ രോഗം തന്നെ പിടിപെട്ട് നന്ദു കിടപ്പുണ്ട്. ആദർശ് മോനെയും കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നയനമോൾ ഇവിടെ വന്നതാണ്. ആ സമയത്ത് നന്ദുട്ടൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നയനമോൾക്കും ഈ രോഗം പകർന്നു കിട്ടിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നയനമോൾ അവിടെ കിടന്നാൽ പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാ ആൾക്കാരെയും ഈ അസുഖം ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നയനമോളെ കൂട്ടിക്കൊണ്ടെങ്കിൽ പോരാം. അപ്പോൾ ദേവയാനി, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ പോക്സ് പിടിപെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ പിന്നെ തിരികെ ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിന്ന് കളയും. ആദർശനാണെങ്കിൽ അവൾ ഇല്ലാതെ പറ്റില്ല. കുറെ നാൾ അവൾ അവിടെ വന്ന് നിന്ന സമയത്ത് അവൻ ഉറക്കമില്ലാതെ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ ഞാനാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിന്നുകൊള്ളട്ടെ, ഞങ്ങൾക്ക് പറ്റുന്നത് പോലൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ നയനയെ ശുശ്രൂഷിക്കുന്ന കാര്യം ദേവയാനി പൂർണ്ണമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. നയനയ്ക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടതിൽ ഏറ്റവും വലിയ സങ്കടവും വേദനയും ദേവയാനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ആവശ്യമുള്ള മരുന്നുകളും ഭക്ഷണവും എല്ലാം കൃത്യം സമയങ്ങളിൽ നൽകി നയനയുടെ എല്ലാ കാര്യങ്ങളും ദേവയാനി തന്നെയാണ് നോക്കുന്നത്. നയന ഇടയ്ക്ക് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ, ഇങ്ങനെ എൻ്റെ അടുക്കലൊന്നും മാറാതെ എന്നെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് അമ്മയ്ക്ക് വയ്യാത്തതാണ്. ആ കൂട്ടത്തിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇങ്ങനെ പോയാൽ അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിക്കും. അപ്പോൾ അമ്മ കൂടുതൽ ബുദ്ധിമുട്ടിലാവും. എൻ്റെ മോളെ, എനിക്ക് ചിക്കൻ പോക്സ് ഒന്നും പിടിക്കില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഈ അസുഖം വന്നിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം ചിക്കൻ പോക്സ് വരുന്നവർക്ക് പിന്നീട് വരുത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, അത് വരികയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങ് സഹിച്ചോളാം. എന്നാലും മോളുടെ കാര്യത്തിൽ ഞാൻ ഒരു മുടക്കവും വരുത്തില്ല. തുടർന്ന് ദേവയാനി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നയനയെ നോക്കുന്നത് കണ്ടിട്ട് അനാമികയ്ക്ക് വല്ലാത്ത കലി കയറുകയാണ്. അനാമിക ജാനകിയോടും ജലജയോടും പറയുന്നുണ്ട്, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? വലിയമ്മ അവളെ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സമയത്ത് അവളുടെ പേര് കേൾക്കുന്നത് പോലും വലിയമ്മയ്ക്ക് കലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആർക്കും പകരുന്ന ഒരു രോഗത്തോടു കൂടി അവർ മുറിക്കകത്ത് കിടക്കുമ്പോൾ ആ ഒരു വിചാരം പോലും ഇല്ലാതെ വലിയമ്മ രാവും പകലുമില്ലാതെ അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ പിൻപിൽ കാര്യമായിട്ടെന്തോ കള്ളത്തരങ്ങളുണ്ട്. അപ്പോൾ ജലജ, അത് എന്തെങ്കിലും ആകട്ടെ മോളെ, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു സൂക്കേട് ദൈവം തമ്പുരാൻ അവൾക്ക് കൊടുത്തതോടുകൂടി ആ ഒരു വലിയ ഫംഗ്ഷൻ ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമയത്ത് നയനയെ കാണുവാൻ വേണ്ടി തൻ്റെ മുറിയിലേക്ക് അനി കയറിപ്പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് വളരെ ദേഷ്യത്തോടെ ജാനകി, എടാ അനി, നീ എങ്ങോട്ടാ ഈ ധൃതിയിൽ കയറിപ്പോകുന്നത്? നിന്റെ ആരെങ്കിലും അവിടെ കിടപ്പുണ്ടോ? അല്ല, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടത്തി സുഖമില്ലാത്ത കുറച്ച് ദിവസങ്ങളായി മുകളിൽ കിടക്കുന്നത് അമ്മ കാണുന്നില്ലേ? ഞാൻ ഏട്ടത്തിയെ കാണുവാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. എടാ, അവൾക്കൊരു പകർച്ചവ്യാധിയാണ്. നീ അങ്ങോട്ട് കയറി ചെന്നു കൊടുത്തിട്ട് അവസാനം ആ സൂക്കേട് നിന്റെ മേൽ കൂടി വരിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും പകരും. ഈ സൂക്കേട് കൊണ്ട് നീ ജ്വല്ലറികളിൽ പോയാൽ അവിടെയുള്ള പാവങ്ങളായ ജോലിക്കാരൊക്കെ രോഗികളായി മാറും. ഒടുവിൽ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആരും ഇതുവരെ ആ മുറിയുടെ പരിസരത്ത് പോലും പോയിട്ടില്ല.
എൻ്റെ അമ്മ എന്താണിത്? അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ പോലും അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സ് എത്ര മോശമാണ്. ഞാൻ അവിടേക്കൊന്ന് പോയി ഏട്ടത്തിയെ കണ്ടു എന്ന് പറഞ്ഞ് ആ രോഗം എന്നെ കീഴ്പ്പെടുത്തി കളയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് അനി വീണ്ടും തിരികെ നടക്കുവാൻ തുടങ്ങുമ്പോൾ ജാനകി, നിന്നോടല്ലേടാ പറഞ്ഞത് അങ്ങോട്ട് പോകരുതെന്ന്? നിനക്കെന്താ എന്നെ അനുസരിക്കാൻ ഇത്ര മടി? ഇത് പറഞ്ഞുകൊണ്ട് അനിയുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് ജാനകി തന്നെ തടയുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, അമ്മ എന്തിനാണ് അവനെ തടയുന്നത്? അവൻ എവിടെയെങ്കിലും പോകട്ടെ. അവൻ്റെ കാണപ്പെട്ട ദൈവം അവൻ്റെ ഏട്ടത്തിയാണ്. പെറ്റതള്ളയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും അവനില്ല. അതുകൊണ്ട് തന്നെ അമ്മ അവനെ തടഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ അവൻ പോയില്ലെങ്കിൽ അമ്മയുടെ കണ്ണു വെട്ടിച്ച് എപ്പോഴെങ്കിലും അവൻ അവളുടെ മുറിക്കകത്ത് കയറും. അനാമികെ, ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നീ വരരുത് എന്ന്. ഞാൻ നിന്നോടൊന്നും തന്നെ സംസാരിക്കാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിച്ചത്. അപ്പോൾ അനാമിക വീണ്ടും, അല്ല, നിനക്ക് ഉറപ്പായിട്ടും രോഗം വരാൻ സാധ്യതയുണ്ടടാ. കാരണം നിന്റെ കാമുകിക്ക് ഇപ്പോൾ ചിക്കൻ പോക്സ് അല്ലേ? നീ അവളെ കാണാൻ എപ്പോഴും പോകുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ രോഗം ഉറപ്പായിട്ടും വരും. നിന്റെ ഏട്ടത്തിയെ നീ കണ്ടില്ലെങ്കിലും ചിക്കൻ ബോക്സ് നിനക്ക് പിടിപെട്ടിരിക്കും. അപ്പോൾ അനി പെട്ടെന്ന് അനാമികയെ തല്ലുവാൻ വേണ്ടി ഒന്ന് കൈ ചുരുട്ടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ്, എടി, എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കരുത്. ഞാൻ ക്ഷമിക്കുകയാണ്, പക്ഷേ എൻ്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഇമാതിരി സംസാരത്തിന് നിന്റെ കരണം തല്ലി പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഉടനെ ജാനകി, എന്താടാ മോള് പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ്? നിനക്ക് മാത്രം ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല ഇല്ലേ? എന്തായാലും നീ ഇപ്പോൾ നിന്റെ ഏട്ടത്തിയെ കാണുന്നില്ല. ഇത് ഞാനാണ് പറഞ്ഞത്, എൻ്റെ തീരുമാനമാണിത്. ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി അനിയുടെ മുൻപിൽ നിന്നും അനാമികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അനാമിക അനിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ, ദൈവം എല്ലാം അറിഞ്ഞും കേട്ടും തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവളുടെ പേരിൽ ഈ തറവാട്ടിൽ വലിയ പാർട്ടി നടത്താൻ പോകുമായിരുന്നു എല്ലാവരും കൂടി. എന്നാൽ ദൈവം തമ്പുരാൻ അത് 8 ഒടിച്ചു മടക്കി ഓരോരുത്തരുടെയും പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ പോയാൽ നിനക്കും ഉറപ്പായിട്ടും പണി കിട്ടും. എനിക്കെന്തായാലും അങ്ങ് സന്തോഷമായി. അഹങ്കരിച്ചങ്ങ് മാനത്ത് കയറാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അതെന്തായാലും ദൈവമായിട്ട് അങ്ങ് ഇല്ലാതെയാക്കി കൊടുത്തു. ഇതും പറഞ്ഞ് നയനയെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അനാമിക തന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ.